പറഞ്ഞാൽ എൻ്റെ ചോര പിഴിഞ്ഞു കുടിച്ച് ചോര അല്ലെങ്കിൽ നീരൂറ്റി എടുത്തു ജോസ് കെ മാണിയെ കൊല്ലാൻ അല്ലെങ്കിൽ ജോസ് കെ മാണിയെ അടിക്കാനുള്ള വടിയായി കഴിഞ്ഞ 4 വർഷം എന്നെ ഉപയോഗിച്ചു. ഈ കോട്ടയം ജില്ലയിൽ മാണി വിഭാഗത്തെ ഇല്ലാതാക്കാൻ അതിനുള്ള വടിയായി എന്നെ ഉപയോഗിച്ചു. എൻ്റെ ഉപയോഗം കഴിഞ്ഞപ്പോൾ ആ വടി അവർ ഒടിച്ചു കളയാൻ ശ്രമിക്കും. പക്ഷെ ഒടിയുന്നതിന് മുമ്പ് ഞാൻ ചാടി ഓടി. അതേ ഉള്ളൂ. എന്നെ ഒടിക്കാൻ ശ്രമിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് എന്നോട് കഴിഞ്ഞ ദിവസം ഒരാൾ ചോദിച്ചു ജോസ് കെ മാണിയേക്കാൾ ഭീകരനാണോ മോൻസൺ ചോദിച്ചു. ഞാൻ ഒറ്റ വാക്കേ പറഞ്ഞു അതേ പറയാം. അത് ഒരു സിനിമ മലയാള സിനിമ ഞാൻ കണ്ടതാണ്. അത് ഈ ബാലങ്കേ നായർ ഒരു വില്ലൻ കഥാപാത്രമാണ്. TG രവി വേറൊരു വില്ലൻ കഥാപാത്രമാണ്. അപ്പോൾ ഏതോ ഒരു പെൺകുട്ടി അതിൽ നടന്നു പോയപ്പോൾ അത് മഴ വന്നപ്പോൾ ഓടി ചെന്ന് മഴ നനയാതെ കയറി ബാലങ്കേ നായർ വീട്ടിലായി പോയി. ബാലങ്കേ നായർ ഇതിനെ പിടിപ്പിക്കാൻ തുടങ്ങി. ഈ പാവം പെങ്കൊച്ച് ചാടി ഓടി വീട്ടിൽ രക്ഷപ്പെടാൻ വേണ്ടി. പക്ഷേ ഓടിക്കരുത് TG രവിയുടെ വീട്ടിലായി പോയി. അതേ അവസ്ഥയാണ് എനിക്കുണ്ടായത്. ജോസ് കെ മാണിയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി ബാലങ്കേ നായരായ ജോസ് കെ മാണിയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഞാൻ TG രവിയുടെ വീട്ടിലായി കയറിപ്പോയത്. അതാ പറ്റിപ്പോയത്. അത്ര വ്യത്യാസമുള്ളൂ. ഈ ബാലങ്കേ നായരെ കൂടി വന്നാൽ ഈ നമ്മൾ ആ സിനിമയെ കാണാൻ പറയല്ലോ അത് ഓടിച്ചിട്ട് ഒരു കുഴപ്പമാകും. പക്ഷേ TG രവി ക്രൂരമായി ബലാത്സംഗം ചെയ്യുന്ന ആളാണ് ഈ സിനിമയിൽ. പക്ഷേ ഞാൻ ആ ബലാത്സംഗത്തിന് ഇരയാകാതെ ഞാൻ ഓടി രക്ഷപ്പെട്ടു. വിഭാഗത്തിൽ നിന്നും അന്ന് അജിത് മുദ്രവലയെ ഞാൻ കൊണ്ടുവന്നില്ലായിരുന്നെങ്കിൽ ഒരു ചുക്കുമില്ലായിരുന്നു. അജിത് മുദ്ര യൂത്ത് ഫണ്ട് പ്രസിഡന്റാക്കി അയാളെ എടുത്തങ്ങ് മാറ്റിയിട്ട് ഇപ്പോൾ ബഹുമാനപ്പെട്ട MLA സ്വന്തം കക്ഷിയാണ്. എന്തൊക്കെയാണ് കാരണങ്ങൾ ആക്കാൻ വേറെ പല കാരണങ്ങളുണ്ട്. അദ്ദേഹത്തെ ആക്കി. അതോടൊപ്പം തന്നെ ഇവിടെ കണ്ടല്ലോ മാണി ഗ്രൂപ്പിൻ്റെ എന്നെ ജില്ലാ പ്രസിഡന്റ് ആക്കിയത് കോട്ടയം ജില്ലയിൽ മാണി ഗ്രൂപ്പിൻ്റെ തട്ടകമാണ്. മാണി ഗ്രൂപ്പിൻ്റെ ആൾ ജില്ലാ പ്രസിഡന്റ് ആണെന്ന് എന്നെ ജില്ലാ പ്രസിഡന്റ് ആക്കി. എന്നെ മാറ്റി ആരെ ആക്കിയത്? ജെയ്സൺ ജോസഫ്. മാണി ഗ്രൂപ്പിൻ്റെ ചിലരൊക്കെ ആകാൻ ആഗ്രഹിച്ചു, ഒന്നും ആയില്ല. KSC ഇവിടെ മാണി ഗ്രൂപ്പിൻ്റെ കുറേ പേരുള്ളവരൊക്കെ ആകാൻ നടന്നു, ഒന്നും ആക്കിയില്ല. യൂത്ത് ഫണ്ട് ആക്കാൻ നടന്നു, ഒന്നും ആക്കിയില്ല. ഇപ്പം അങ്ങനെയൊന്നും ഇല്ല. ഇതൊരു കച്ചവട സംവിധാനമായി മാറിയിരിക്കുന്നു. PJ ജോസഫ് സാറിന് ഇന്ന് മോൻസിൻ്റെ മുമ്പിൽ മുട്ടുമടക്കി നിൽക്കേണ്ട അല്ലെങ്കിൽ കുനിഞ്ഞു നിൽക്കേണ്ട ഗതികേടുണ്ടായതിൽ ഞാൻ ദുഃഖിക്കുന്നു. അദ്ദേഹം ബന്ധപ്പെട്ട പാർട്ടിയുടെ നേതാക്കന്മാരും UDF നേതാക്കന്മാരും എന്നെ പലവട്ടം നിരന്തരം എന്നെ ബന്ധപ്പെട്ട് എന്നോട് പറഞ്ഞു ഞങ്ങളത് തിരിച്ചു വരണം. നമ്മൾ ഒരിക്കലുമില്ല മോൻസ് ജോസഫുള്ള മുന്നണിയിലും പാർട്ടിയിലും ഞാൻ പ്രവർത്തിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച വിശ്വസിച്ച മനുഷ്യൻ നമ്മളെ ഉപദ്രവിച്ച് നമ്മളെ പരമാവധി ഉപദ്രവിച്ചു. ക്ഷമയുടെ നെല്ലിപ്പലക അതിലെത്തുന്നപ്പോൾ ഞാൻ പൊട്ടിത്തെറിക്കേണ്ടി വന്നു. ഞാൻ ഒരു തരത്തിലും ഇത് ആരെയും അറിയിക്കാതെ ഈ പ്രസ്ഥാനവുമായി മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിച്ച എനിക്ക് അവിടെ നിൽക്കാൻ പറ്റാതെ വന്നു. ആ സാഹചര്യത്തിൽ ഞാൻ ഇറങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു NDA മുന്നണി 2 കൈയും നീട്ടി എന്നെ സ്വീകരിച്ചു. അതാണ് എനിക്ക് അത്ഭുതം. ഞാൻ NDA മുന്നണിയുമായിട്ടോ അല്ലെങ്കിൽ ഇടതുപക്ഷവുമായിട്ടോ ഒരു ചർച്ചയും നടത്തിയില്ല. ഞാൻ ആരോടും വേണ്ടിയില്ല. ഞാൻ വന്ന് പത്രസമ്മേളനം നടത്തി. പത്രക്കാർ പോലും അന്ന് എന്നോട് പലരും ശോഭിച്ചില്ല തെറ്റിദ്ധാ. എനിക്ക് ആരോടും മിണ്ടാൻ പറ്റില്ലായിരുന്നു. ഞാൻ പെട്ടെന്ന് ഇവിടെ വന്ന് ഞാൻ നടത്തി പറഞ്ഞു. എവിടെയെങ്കിലും ലീക്കായാൽ അതിനു മുമ്പേ എൻ്റെ തല പോകുമെന്ന് എനിക്കറിയാമായിരുന്നു. അതുകൊണ്ട് ഞാൻ അങ്ങനെ പുറത്തു വിടാതെ പോയി. ഞാൻ പറഞ്ഞത് അപ്പോൾ അത്ര സീക്രട്ടായിട്ട് ചെയ്തില്ലായിരുന്നെങ്കിൽ എനിക്ക് രാജിവെക്കുന്നതിന് മുമ്പ് എന്നെ പുറത്താക്കുമായിരുന്നു. ഒരു കാര്യം പറഞ്ഞേക്കാം, ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഇപ്പം നിങ്ങൾ പറഞ്ഞാൽ ഇത്രയും സ്ഥാനങ്ങൾ എന്നെ മാറ്റി നിർത്തിയില്ലോ. മഞ്ഞക്കടമ്പൻ സജീവമല്ലായിരുന്നു, തെരഞ്ഞെടുപ്പ് രംഗത്ത് സജീവമല്ലായിരുന്നു. മഞ്ഞക്കടമ്പനെ മാറ്റണമെന്നുള്ള ഡിമാൻഡ് ശ്രീ മോൻസ് ജോസഫ് വയ്ക്കുമെന്ന് കൃത്യമായ വിവരം എനിക്ക് ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഞാൻ അതിനു മുമ്പേ ഞാൻ എൻ്റെ ജീവനും കൊണ്ട് ഓടിയത്. അല്ലെങ്കിൽ PJ ജോസഫിനോട് പറയുമ്പോൾ മാറ്റണമെന്ന് പറയും. അങ്ങനെ എന്ന് പറയും. ഞാൻ പറഞ്ഞല്ലോ എൻ്റെ പ്രിയപ്പെട്ട പാർട്ടി ചെയർമാൻ PJ ജോസഫ് സാറിനെ വിശ്വസിച്ച് അദ്ദേഹത്തോട് കാര്യങ്ങൾ പറഞ്ഞാൽ അദ്ദേഹം ഇടപെടുമെന്ന് പ്രതീക്ഷിച്ച് ഞാൻ പലവട്ടം ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞു. ഞാൻ രാജിവെക്കുന്നതിന് 10 ദിവസം മുമ്പ് പോയി പറഞ്ഞു ഇനി ഞാൻ സാറിൻ്റെ അടുത്ത് വരുന്നില്ല, പരാതി പറയാൻ വരുന്നില്ല എന്ന് പറഞ്ഞ് ഞാൻ ഇറങ്ങിപ്പോകുന്നതാണ്. എന്ത് പറഞ്ഞാലും അദ്ദേഹം ഇങ്ങനെ എല്ലാം കേൾക്കും. പക്ഷേ ഒരു വിഷയത്തിൽ ഇടപെടുന്ന സ്വഭാവം അദ്ദേഹത്തിൽ എന്താണോ മോൻസ് ജോസഫിന് അതിന് ഭയമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഏതായാലും ഞാൻ പ്രിയപ്പെട്ട മോൻസ് ജോസഫിനെയും പ്രിയപ്പെട്ട ജോസഫ് സാറിനെയും ഇനി ശല്യം ചെയ്യാനില്ല എന്നുള്ള എൻ്റെ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ അന്ന് ആ പാർട്ടിയിൽ നിന്ന് രാജിവെച്ചതിനോട് പലരും പറയുമോ ഇത്രയും വലിയ മഹാസ്ഥാനം ജില്ലാ പ്രസിഡന്റ് സ്ഥാനം UDF ചെയർമാൻ സ്ഥാനം രാജിവെച്ച് മണ്ടത്തരമല്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഒരു മണ്ടത്തരമല്ല. UDF ജില്ലാ ചെയർമാനായി പാർട്ടി ജില്ലാ പ്രസിഡന്റായി ഒരു ബൊമ്മയെപ്പോലെ അവിടെ ഇരിക്കുന്നതിൽ എത്രയോ അന്തസ്സുണ്ട്. ഞാൻ രാജിവെച്ച് ഇറങ്ങി. നമുക്ക് സംസാരിക്കാൻ അവകാശമില്ലെങ്കിൽ, നമുക്ക് പ്രവർത്തിക്കാൻ അവകാശമില്ലെങ്കിൽ, ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ആ സംഘടനയിൽ പ്രവർത്തിച്ചിട്ടോ അല്ലെങ്കിൽ നമ്മൾ ജീവിച്ചിട്ടോ അല്ല, നെഞ്ചും പിരിച്ചു എന്ന് വർത്തമാനം പറയാനുള്ള ആർജവത്തോടുകൂടി ഒരു ദിവസം ജീവിക്കുന്നതാണ് നല്ലത്. ഈ കുനിഞ്ഞു നിന്ന് പലവരുടെയും മാട്ടും തുപ്പും കേട്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നതിനേക്കാൾ നല്ലത് എന്നുള്ള ബോധ്യത്തിൻ്റെ തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഞാൻ പുതിയ സംവിധാനത്തിലേക്ക് കടന്നു വന്നത്. അപ്പോൾ പുതിയ രാഷ്ട്രീയ സംവിധാനത്തിൽ ഞങ്ങളുടെ പാർട്ടി സംഘടനാ പ്രവർത്തനങ്ങളിൽ നിങ്ങളെല്ലാവരുടെയും അതുവഴി സഹായമുണ്ട്. കൂടുതൽ സഹായം. ഞങ്ങൾ ചെറിയ പാർട്ടിയാണ്, ശൈശവ ദശയിലാണ്. അപ്പോൾ എല്ലാവരും ഇതൊരു പാർട്ടിയാണ്, ഇങ്ങനെ വാർത്ത കൊടുക്കുന്നതൊക്കെ പലരും ചോദിച്ചപ്പോൾ ഞങ്ങളുടെ വാർത്ത വരാതിരിക്കാൻ ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ നടത്താതിരിക്കാൻ ഒത്തിരി ശ്രമം നടക്കുന്നുണ്ട്. പത്രക്കാരുടെ ഇടയിലല്ല, അവിടുന്ന്
അപ്പോൾ ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഞങ്ങളെ സഹായിക്കണം. നമ്മളുടെ NDAയുടെ പ്രധാനപ്പെട്ട ഒരു കക്ഷിയായി ഞങ്ങൾ വരും ദിവസങ്ങളിൽ ഉണ്ടാവും. ഈ നാടിൻ്റെ വികസനത്തിൽ ഞങ്ങൾ നല്ല നിലയിലുള്ള അല്ലെങ്കിൽ പ്രവർത്തനങ്ങൾ ഞങ്ങളുടെ ഭാഗത്ത് ഉണ്ടാവുമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് കഴിഞ്ഞ നാളുകളിൽ നിങ്ങൾ തന്ന എല്ലാ വിധമായ പിന്തുണയ്ക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. നന്ദി.